ഈ പെരുമഴക്കാലത്തെ ചുരം യാത്രാനുഭവം എത്ര പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടാകും? കോടമഞ്ഞും ചെറുവെള്ളച്ചാട്ടങ്ങളും അതുപോലെ വ്യൂ പോയിന്റുകളും കാടിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കാനാകുന്ന ഒരു അട്ടപ്പാടി ചുരം വഴിയുള്ള യാത്ര പ്രേക്ഷകർ കിട്ടിയാലോ? അതിന് ശ്രമിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ്. നല്ല കോടമഞ്ഞും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാടിൻ്റെ ഭംഗിയുമൊക്കെ ഒറ്റ ട്രിപ്പിൽ ആസ്വദിക്കാനാകും അട്ടപ്പാടി ചുരത്തിലേക്ക് ഈ മഴക്കാലത്ത് നമ്മളെത്തിയാൽ. നമുക്കങ്ങനെ ഒന്ന് പോയി നോക്കിയാലോ? എങ്ങനെയാണ് അട്ടപ്പാടി ചുരത്തിലെ ഈ മഴക്കാലത്തെ യാത്രാനുഭവമെന്ന് നേരിട്ട് നമുക്ക് കണ്ടറിയാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ തീരന്നൊടി ചേരുന്നിതൻ മേലാകവേ. ரொம்ப நாள் பிளான் பண்ணிட்டு சரி சும்மா கோயம்புத்தூர் வந்தோடனே ஒரு ட்ரிப்பு போகலான்ட்டு. இப்போ அட்டப்பாடியில் கிளைமேட் நல்லா இருக்குண்ணா, நாங்கள் அதான் வந்து பார்த்தோம். செம்ம கிளைமேட்டு, வந்ததுக்கு மான்சூன் ஒர்த்து. இடம் இருக்குன்னு எங்களுக்கு தெரியாது, நாங்கள் வந்ததுக்கப்புறம் தான் தெரியுது இப்படி ஒரு இடம் இருக்குன்னு. ബട്ട് വന്നതൊക്കെ മേലെ സൂപ്പറാக இருக்குது. നല്ലതായിരുന്നു, നല്ല ഒരു അടിപൊളി യാത്രയാണ്. ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തു ഇതുപോലെ. ഇങ്ങനത്തെ ചെറു വെള്ളച്ചാട്ടങ്ങൾ ചുരത്തിൽ 2-3 ഇടത്തായി നമുക്ക് കാണാൻ കഴിയും. യാത്രക്കാർ ഇവിടെ വാഹനം നിർത്തി ഇത് കാണുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇപ്പോൾ പതിവായിട്ടുണ്ട്. നല്ല രസമുള്ള കാഴ്ചയാണിത്. മഴയേ തൂമഴയേ വാനം തൂന്ന പൂങ്കുളിരേ, വാനം തൂന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ. അപ്പോൾ ഇതൊക്കെയാണ് അട്ടപ്പാടി ചുരത്തിലെ കാഴ്ചകൾ. മഞ്ഞും മഴയും ഒക്കെ നിറഞ്ഞ കാലാവസ്ഥ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ജില്ലാ ഭരണകൂടങ്ങളൊക്കെ നിർദ്ദേശം നൽകുന്നത് പോലെ രാത്രികാലങ്ങളിലെ യാത്ര പരമാവധി ഒഴിവാക്കണം. രാജീവ് സുദേവിനൊപ്പം അട്ടപ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.